നമസ്കാരം, ഞാൻ സ്നേഹ തോമസ്. പ്രതിവാര കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. സെഞ്ചുറി അടിച്ച് റെക്കോർഡുകൾ തകർത്ത് ദേവദത്ത് പടിക്കൽ മറികടന്നത് ദ്രാവിഡിന്റെ 27 വർഷം മുൻപുള്ള റെക്കോർഡ്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഗായത്രി ട്രീസ സഖ്യത്തിന് വെങ്കലം. പൊരുതി വീണത് ലോക 1-ാം നമ്പർ ജോഡിയോട്. 22 വർഷത്തിന് ശേഷം ഈസ്റ്റ് ബംഗാളിന് ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം. ഫൈനലിൽ തകർത്തത് ചിരവൈരികളായ മോഹൻ ബഗാനെ. വാർത്തകൾ വിശദമായി. ടെസ്റ്റ് ക്രിക്കറ്റിൽ രാഹുൽ ദ്രാവിഡിന്റെ അടക്കം റെക്കോർഡുകൾ തകർത്ത് ദേവദത്ത് പടിക്കൽ. 2 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയിൽ തുടർച്ചയായ 2-ാം സെഞ്ചുറിയാണ് ദേവദത്ത് നേടുന്നത്. ശ്രീലങ്കയ്ക്കെതിരായ 2-ാം ടെസ്റ്റിന്റെ 1-ാം ദിനം തകർപ്പൻ സെഞ്ചുറിയുമായാണ് ദേവദത്ത് പടിക്കൽ തിളങ്ങിയത്. മത്സരത്തിൽ മികച്ച ഫോമിലായിരുന്ന താരം 193 പന്തുകളിൽ നിന്ന് 12 ബൗണ്ടറികളുടെ അകമ്പടിയോടെ 117 റൺസ് നേടി. 2 മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയിൽ തുടർച്ചയായ 2-ാം സെഞ്ചുറിയാണ് ദേവദത്ത് നേടുന്നത്. 3 ഇന്നിംഗ്സിൽ മാത്രം 328 റൺസാണ് ദേവദത്ത് ഇതുവരെ നേടിയത്. ഇതോടെ ചില റെക്കോർഡുകളും മലയാളി താരത്തിന്റെ പേരിലായി. 2 മത്സരങ്ങളുള്ള വിദേശ ടെസ്റ്റ് പരമ്പരയിൽ ഒരു ഇന്ത്യൻ താരം നേടുന്ന ഏറ്റവും ഉയർന്ന റൺസ് എന്ന രാഹുൽ ദ്രാവിഡിന്റെ 27 വർഷം പഴക്കമുള്ള റെക്കോർഡും പടിക്കൽ തകർത്തു. 1998-99 ഇന്ത്യയുടെ ന്യൂസിലൻഡ് പര്യടനത്തിൽ ദ്രാവിഡ് 321 റൺസ് നേടിയിരുന്നു. ശ്രീലങ്കയിൽ 3-ാം നമ്പറിൽ ഇറങ്ങി ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന സന്ദർശക താരമെന്ന റെക്കോർഡും ഇപ്പോൾ പടിക്കലിന്റെ പേരിലായി. മുൻ ന്യൂസിലൻഡ് നായകൻ സ്റ്റീഫൻ ഫ്ലെമിംഗിന്റെ പേരിലുണ്ടായിരുന്ന 307 റൺസിന്റെ റെക്കോർഡാണ് പടിക്കൽ മറികടന്നത്. 2 മത്സരങ്ങളുള്ള പരമ്പരയിൽ ശ്രീലങ്കയിൽ 3-ാം നമ്പറിൽ ബാറ്റ് ചെയ്ത് 1-ലധികം സെഞ്ചുറികൾ നേടുന്ന സന്ദർശക ടീമിലെ ആദ്യ താരമായും അദ്ദേഹം മാറി. ശ്രീലങ്കയ്ക്കെതിരെ അവരുടെ നാട്ടിൽ നടക്കുന്ന ഒരു പരമ്പരയിൽ 1-ലധികം സെഞ്ചുറി നേടിയ താരങ്ങളിൽ 7-ാമനാണ് പടിക്കൽ. വിനോദ് കാംബ്ലി, മുഹമ്മദ് അസറുദ്ദീൻ, സച്ചിൻ ടെണ്ടുൽക്കർ, വീരേന്ദർ സെവാഗ്, ശിഖർ ധവാൻ, ചേതേശ്വർ പൂജാര എന്നിവരാണ് മുൻപ് 1-ലധികം സെഞ്ചുറി നേടിയത്. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ ഗായത്രി ഗോപിചന്ദും ട്രീസ ജോളിയും ചേർന്നുള്ള സഖ്യത്തിന് വെങ്കലം. മുൻപ് ടോപ്പ് 10 റാങ്കിൽ ഉണ്ടായിരുന്ന സീഡില്ലാത്ത ഈ സഖ്യം മികച്ച പ്രകടനം പുറത്തെടുത്താണ് വെങ്കല മെഡൽ സ്വന്തമാക്കിയത്. ലോക 1-ാം നമ്പർ താരങ്ങളും നിലവിലെ ചാമ്പ്യന്മാരുമായ ലിയു ഷെങ്ഷു, ടാൻനിങ് സഖ്യത്തെ വിറപ്പിച്ചെങ്കിലും ആദ്യ ഗെയിമിലെ ലീഡ് മുതലാക്കാൻ കഴിയാതെയാണ് ഗായത്രി ട്രീസ കൂട്ടുകെട്ട് 21-18, 13-21, 8-21 എന്ന സ്കോറിന് പരാജയപ്പെട്ടത്. 1 മണിക്കൂറും 11 മിനിറ്റും നീണ്ടതായിരുന്നു മത്സരം. ദില്ലിയിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിൽ ബാഡ്മിന്റൺ മത്സരത്തിനായി എക്കാലത്തെയും വലിയ ജനക്കൂട്ടത്തിന്റെ പിന്തുണയോടെയാണ് ഇന്ത്യൻ സഖ്യം കളത്തിലിറങ്ങിയത്. ആദ്യ ഗെയിമിൽ ലോക 3-ാം നമ്പർ ജോഡിയെ പോലെയായിരുന്നു ഗായത്രിയും മലയാളിയായ ട്രീസയും കളിച്ചത്. ലോകത്തിലെ ഏറ്റവും മികച്ച ജോഡിയെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള ആക്രമണോത്സുകമായ ബാഡ്മിന്റനാണ് അവർ പുറത്തെടുത്തത്. ഫ്രണ്ട് കോർട്ടിലും ബാക്ക് കോർട്ടിലും ഒരുപോലെ തിളങ്ങിയ ട്രീസ ചൈനീസ് സഖ്യത്തിന് കടുത്ത ഭീഷണി ഉയർത്തി. ലോകത്തിലെ ഏറ്റവും മികച്ച സഖ്യത്തിനെതിരെ ലീഡ് നേടിയ ശേഷം തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നത് നിരാശ നൽകുന്നതാണെങ്കിലും ഈ ടൂർണമെന്റിലെ പ്രകടനം ഇന്ത്യൻ സഖ്യത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. ഇനി സ്പോർട്സിന് ഷോർട്സിലേക്ക് പോകാം. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി കേരള ഒളിമ്പിക് അസോസിയേഷൻ ഭാരവാഹികൾ. ലോക് ഭവനിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിൽ കേരള ഒളിമ്പിക് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ, ജനറൽ സെക്രട്ടറി എസ് രാജീവ് എന്നിവർ ചേർന്ന് ഗവർണർക്ക് ഓണക്കോടി സമ്മാനിച്ചു. കേരളത്തിലെ കായിക മേഖലയുടെ വികസനത്തെക്കുറിച്ച് ഇരുവരും ഗവർണറുമായി ചർച്ച നടത്തി. സംസ്ഥാനത്തെ കായിക രംഗം കൂടുതൽ ശക്തിപ്പെടുത്താൻ പുതിയ പദ്ധതികൾ തുടങ്ങുന്നതിനെക്കുറിച്ചും കൂടിക്കാഴ്ചയിൽ സംസാരിച്ചു. കായിക മേഖലയ്ക്ക് കൂടുതൽ പിന്തുണ ഉറപ്പാക്കുമെന്ന് ഗവർണറും വ്യക്തമാക്കി. തൃശൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും ജില്ലാ കരാട്ടെ അസോസിയേഷനും സംയുക്തമായി ഓപ്പൺ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പ് തൃശൂർ MLA രാജൻ ജയപാലൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഒളിമ്പിക് അസോസിയേഷൻ, കരാട്ടെ അസോസിയേഷൻ, സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികൾ ചടങ്ങിൽ സംസാരിച്ചു. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1000-ഓളം കരാട്ടെ താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചിരവൈരികളായ മോഹൻ ബഗാനെ ഫൈനലിൽ 4-1 തോൽപ്പിച്ച് ഈസ്റ്റ് ബംഗാളിന് ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം. ആദ്യ പകുതിയിൽ ഹാട്രിക് നേടിയ എഡ്മണ്ട് ലാൽ രന്തിക്കയാണ് സാൾട്ട് ലേക്കിൽ നടന്ന
കൊൽക്കത്ത ഡർബിയിൽ ഈസ്റ്റ് ബംഗാളിന് വിജയമൊരുക്കിയത്. 22 വർഷത്തിന് ശേഷമാണ് ഈസ്റ്റ് ബംഗാൾ ഡ്യൂറന്റ് കപ്പ് നേടുന്നത്. ക്ലബിന്റെ 17ാമത് ഡ്യൂറന്റ് കപ്പാണിത്. ഇതോടെ ഏറ്റവും കൂടുതൽ തവണ ഡ്യൂറന്റ് കപ്പ് നേടിയ ക്ലബ് എന്ന മോഹൻ ബഗാന്റെ റെക്കോർഡിനൊപ്പം ഈസ്റ്റ് ബംഗാളും എത്തി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ തങ്ങളുടെ സീസണിലെ ആദ്യ മത്സരത്തിൽ ബോൺമർത്തിനോട് 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷം മാഞ്ചസ്റ്റർ സിറ്റി 2-1 വിജയിച്ചു. 26ാം മിനിറ്റിൽ ടവർനിയറിലൂടെയാണ് ബോൺമർത്ത് മുന്നിലെത്തിയത്. 84ാം മിനിറ്റിൽ മാർക്ക് ഗുയേഹിയും ഇഞ്ചുറി ടൈമിൽ ഗാർഡിയോളും സിറ്റിക്ക് വേണ്ടി ഗോളുകൾ നേടി. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ പുരുഷ സിംഗിൾസിൽ ഫ്രഞ്ച് താരം അലക്സ് ലാനിയർ ജേതാവായി. ഫൈനലിൽ ജപ്പാന്റെ കോഡായ് നരോക്കയെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ച് ലാനിയർ ലോക ബാഡ്മിന്റൺ ചാമ്പ്യനാകുന്ന ആദ്യ ഫ്രഞ്ച് താരവുമായി. 21-11, 21-11 എന്ന സ്കോറിനായിരുന്നു 21-കാരനായ ലാനിയറിന്റെ ജയം. പുരുഷ സിംഗിൾസിൽ കൂടാതെ മിക്സഡ് ഡബിൾസിലും ഇക്കുറി ഫ്രാൻസിലേക്കാണ് കിരീടം പോയത്. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.